Hi students, I am Sanuji, Assistant Professor, Department of Management, KCT College of Arts and Science, Kalambalam. We are moving with the Module 3, Company Management and Administration. Here in this section, I am discussing the portion Power of Director, Liability of Director and Duties of Directors. First, Power of Directors. We know company is an artificial person. The affairs of the company is being managed by the board of directors. They are actually managing the company, controlling the company and running the company. For the successful management of the company, power have been given to the board of directors. Okay, നമുക്കറിയാം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, കമ്പനിയെ മാനേജ് ചെയ്യുന്നത്, കമ്പനിയുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും, കമ്പനിയുടെ അഫയേഴ്സ് കമ്പനി റൺ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. സോ ഇവർക്ക് കമ്പനി സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. The directors have to exercise these powers as a board. ഇൻഡിവിജ്വലി ഡയറക്ടേഴ്സ് ആയിട്ടല്ല, ആസ് എ ബോർഡ്, ആസ് എ ഗ്രൂപ്പ് ആയിട്ടാണ് അവർ ഈ പവേഴ്സ് ഒരു കമ്പനിയിൽ എക്സസൈസ് ചെയ്യേണ്ടത്. Section 179 to 183 provides the power of the board and restriction thereon. അതായത് കമ്പനീസ് ആക്ടിൻ്റെ 179 തൊട്ട് 183 വരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ആൻഡ് റെസ്ട്രിക്ഷൻസ് thereon. അതിനകത്ത് പവേഴ്സിൽ തന്നെ അവർക്ക് ഉള്ള റെസ്ട്രിക്ഷൻസും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, the power of directors can be broadly discussed under the following heads. First, general powers. General powers which includes all such powers and do all such acts and things as a company is authorized to exercise and do. ജനറൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എത്രയാണോ പവർ കൊടുത്തിട്ടുള്ളത് അത്രയും പവർ അവർക്കുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വാട്ട് ആർ ആക്ട്സ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ആർ പവേഴ്സ് അവർക്ക് ഇമ്പോസ് ചെയ്തിട്ടുണ്ടോ അത്രയും പവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ പവേഴ്സ്. ഓക്കെ, ദെൻ ആക്ട്സ് ഓഫ് ബോർഡ് ഷുഡ് ബി ഇൻട്രാവൈസ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തൊക്കെ ആക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ അതിനകത്തോ, അല്ലെങ്കിൽ അത്തരം ആക്റ്റുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത്തരം ബിസിനസ്സുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ എത്രയാണോ അവരുടെ പവർ ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അത്രയും പവർ മാത്രമേ അവർക്ക് ആ കമ്പനിയിൽ കാണത്തുള്ളൂ. ഓക്കെ, ഇനി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഔട്ട്സൈഡായിട്ട് അല്ലെങ്കിൽ ബിയോണ്ട് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു കമ്പനിയിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ശ്രമിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. എന്താണോ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞേക്കുന്നത് വിത്തിൻ ദ പെർവ്യൂ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ മാത്രമേ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. Next, act of board should be according to power delegated by articles. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻറ്റേർണൽ അഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ അഫയേഴ്സിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻറ്റേർണൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ എത്രയൊക്കെയാണ് അവർക്കുള്ള പവേഴ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും മാത്രമുള്ള അധികാരങ്ങളും അല്ലെങ്കിൽ അത്രയും ആക്റ്റുകളും അത്തരത്തിലുള്ള ആക്റ്റുകൾ മാത്രം എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത്തരം ആക്റ്റുകൾ മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു കമ്പനിയിൽ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ ഒരു എക്സംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസിൽ പറയാത്ത ഒരു കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ചെയ്യാം ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ത്രൂ റാറ്റിഫിക്കേഷൻ, ഷെയർ ഹോൾഡേഴ്സിനെ സമ്മതിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ 3/4 മെജോറിറ്റിയുടെ ഒരു അപ്രൂവലോട് കൂടി ആർട്ടിക്കിൾസിൽ പറയാത്ത ഒരു കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾസിൽ പറയാത്തൊരു കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ്, അപ്പം ജനറൽ പവേഴ്സ് എന്ന് പറയുമ്പം വാട്ട് ആർ ഓൾ ആക്ട്സ് ദ കമ്പനി എക്സസൈസ്ഡ്
ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്തൊക്കെ ആക്റ്റുകളാണ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അത്തരം ആക്റ്റുകൾ അല്ലെങ്കിൽ പവേഴ്സ് എത്രയാണോ അവർക്ക് കമ്പനി ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത്തരം പവേഴ്സ്. ഓക്കെ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഇൻട്രാവയസ് ആയിട്ട്, അതായത് വിത്തിൻ ദ പെർവ്യൂ ഓഫ് MOA ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ആക്ട് ആൻഡ് വാട്ട് all are powers imposed in the MOA and IOA for the board of directors. The board of directors can act according to that particular powers. ഓക്കെ, എത്രയാണോ പവേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള അത്തരം പവേഴ്സ് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് സ്പെസിഫിക് പവർ വെസ്റ്റഡ് ഇൻ ബോർഡ്. സ്പെസിഫിക് പവർ വെസ്റ്റഡ് ഇൻ ബോർഡ് എന്ന് പറയുമ്പം ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വ്യക്തിക്കും ഈ ഒരു കാര്യം കമ്പനിയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് ഈസ് പെക്യൂലിയർലി ഫോർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രം നിഷിദ്ധമായിട്ടുള്ള ചില പവേഴ്സ് ഉണ്ട്. അതൊരിക്കലും കമ്പനിയിലെ മറ്റൊരു വ്യക്തിക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള പവേഴ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് പവർ ഓഫ് സൂപ്പറിൻറ്റൻഡൻസ്, അതായത് സൂപ്പർവിഷൻ പവർ, കമ്പനി സൂപ്പർവിഷൻ പവർ ഉള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണോ നടക്കുന്നത്, അവർ പറഞ്ഞ രീതിയിലാണോ എല്ലാം നയിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് സൂപ്പർവിഷൻ പവർ. ദെൻ കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ കാര്യത്തിലുമുള്ള കൺട്രോളും ഡയറക്ഷനും എല്ലാം ആരാണ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ്, ഫില്ലിംഗ് കാഷ്വൽ വേക്കൻസി, അപ്പോയിൻറ്റിംഗ് ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സ്. എന്താണ് കാഷ്വൽ വേക്കൻസി എന്നും ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സ് എന്താണെന്നും അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും മനസ്സിലാക്കുക. കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യുന്നതും ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമാണുള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രമാണുള്ളത്. ദെൻ കമ്പനിയുടെ മൊത്തം കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. നെക്സ്റ്റ്, പവർ ടു ബി എക്സസൈസ്ഡ് ഓൺലി അറ്റ് ബോർഡ് മീറ്റിംഗ്സ്. അതായത് ബോർഡ് മീറ്റിങ്ങിലൂടെ മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ചില പവേഴ്സ് ഉണ്ട്. അത്തരം പവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പവർ ടു മേക്ക് കോൾസ് വിളിക്കാനായിട്ട്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അതായത് ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോളൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടിയതിന് ശേഷം മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കോൾസ് വിളിക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, പവർ ടു ഇഷ്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടിയെങ്കിൽ മാത്രമേ, അവിടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, പവർ ടു ഇൻവെസ്റ്റ് ഫണ്ട് മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ മറ്റൊരു കമ്പനിയുടെ ഷെയറിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും വി നീഡ് ടു കോൾ എ ബോർഡ് മീറ്റിംഗ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ബോർഡ് മീറ്റിംഗ് കൂടി അപ്രൂവൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പവർ ടു മേക്ക് ലോൺസ് മീൻസ് ഡയറക്ടേഴ്സിന് ലോൺ കമ്പനിയിൽ നിന്ന് വേണം എന്നുണ്ടെങ്കിൽ അവിടെയും ബോർഡ് മീറ്റിംഗ് കൂടി അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്ടേഴ്സിന് കമ്പനിയിൽ നിന്നും ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ടു അക്കോർഡ് സാങ്ഷൻ ഫോർ സർട്ടൻ കോൺട്രാക്ട്സ് ഫോർ വിച്ച് പർട്ടിക്കുലർ ഡയറക്ടേഴ്സ് ആർ ഇൻട്രസ്റ്റഡ്. അതായത് ഡയറക്ടേഴ്സിന് താല്പര്യമുള്ള ചില കോൺട്രാക്റ്റുകൾ കാണും. ഫോർ എക്സാമ്പിൾ, അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് ഉള്ള ഒരു കോൺട്രാക്റ്റ്, പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കോൺട്രാക്റ്റുകൾക്ക് ബോർഡ് മീറ്റിങ്ങിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കോൺട്രാക്റ്റുകൾക്ക് ഡയറക്ടേഴ്സിന് സാങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഡയറക്ടറുടെ റിലേറ്റീവാണ് സപ്ലയർ ആയിട്ട് വരുന്നതെങ്കിൽ, റോ മെറ്റീരിയൽസിൻ്റെ സപ്ലയർ ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ആ ഡയറക്ടർ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോൺട്രാക്റ്റാണ്. സോ ആ സമയത്ത് ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാവരുടെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു കോൺട്രാക്റ്റിന് സാങ്ഷൻ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ്, പവർ ടു ബോറോ മണി അതർ ദാൻ ഡിബഞ്ചേഴ്സ് കൂടാതെ മണി നമ്മൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നെങ്കിൽ ആ സമയത്തും ബോർഡ് മീറ്റിംഗ് കൂടണം, അപ്രൂവൽ വാങ്ങണം. Power to appoint a person as managing director if he is already managing director or manager of the company. മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെയോ മാനേജറെയോ നമ്മുടെ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്തും ബോർഡ് മീറ്റിംഗ് കൂടി അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, പവർ വിച്ച് മസ്റ്റ് ബി എക്സസൈസ്ഡ് ബൈ ദ ബോർഡ് യുനാനിമസ്ലി. അതായത്
ബോർഡിലെ എല്ലാവരുടെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പവർ എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ, അതായത് മറ്റൊരു കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ കമ്പനിയിലെ മാനേജിങ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാഹചര്യങ്ങളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫുൾ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാവരുടെയും യുനാനിമസ്ലി എല്ലാവരുടെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. First, statutory duties. Statutory duties means mandatory duties prescribed by law. ഇത് ഉറപ്പായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ, മാൻഡേറ്ററി ആണ്, ലോ പറയുന്ന ചില കാര്യങ്ങളാണ്. നിയമപരമായിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഡയറക്ടർ ഇത്തരം കാര്യങ്ങൾ ഒരു കമ്പനിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാൻഡേറ്ററി ആയിട്ട് മസ്റ്റായിട്ട് അത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്റ്റിംഗ് ദ പ്രോസ്പെക്ടേഴ്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വെരിഫൈ ചെയ്യണം പ്രോപ്പറായിട്ട്. അതിനകത്ത് എന്തെങ്കിലും മിസ്ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഫോൾസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, റോങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അൺട്രൂ ആയിട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് അത് ഇൻസ്പെക്റ്റ് ചെയ്യണം. സൈനിങ് ദ പ്രോസ്പെക്ടേഴ്സ് ഇൻസ്പെക്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രോസ്പെക്ടേഴ്സിൽ ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം. ദെൻ പ്രസൻറ്റിംഗ് ദ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അത് ബോർഡ് മീറ്റിംഗ്സിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, ജനറൽ മീറ്റിങ്ങിലൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. കൺവീനിങ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കാനും അതിൽ സംസാരിക്കാനും, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാനും അത് ചെയർ ചെയ്യാനും ഒക്കെ ഉള്ള അതിൽ പ്രിസൈഡ് ചെയ്യാനും ഒക്കെ ഉള്ള പവർ ആർക്ക് മാത്രം, അല്ലെങ്കിൽ ആർക്കാണ് ഉള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഉള്ളത്. ഡിക്ലെയറിങ് ആൻഡ് പേയിങ് ഡിവിഡൻഡ്. വി നോ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. സോ ഡിവിഡൻഡ് ഡിസിഷൻ, എത്ര നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യണം, എത്ര നമ്മൾ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള പവർ ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. ഡിക്ലെയറിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്യാനുള്ള പവറും ബോർഡിനാണുള്ളത്. നെക്സ്റ്റ്, പ്രസൻറ്റിംഗ് ആനുവൽ അക്കൗണ്ട്സ്. വി ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ആനുവൽ അക്കൗണ്ട്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള റൈറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണുള്ളത്. സെൻഡിങ് കോപ്പീസ് ടു രജിസ്ട്രാർ. ഈ ആനുവൽ അക്കൗണ്ട്സിൻ്റെ കോപ്പീസ് ഡയറക്ടേഴ്സാണ് ആർക്ക് സെൻഡ് ചെയ്യേണ്ടത്? രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഡിക്ലെയറിങ് സോൾവൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് കേസ് വൈൻഡിങ് അപ്പ് സമയത്താണ്. ഓക്കെ, വൈൻഡിങ് അപ്പ് സമയത്ത് കമ്പനി സോൾവെൻ്റ് ആണ് എന്നുള്ളത് ആര് ഡിക്ലെയർ ചെയ്യണം? ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യണം. അതായത് കമ്പനി സോൾവെൻ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം വോളണ്ടറി വൈൻഡിങ് അപ്പ് സമയത്ത്. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്ക്ലോസിങ് പേഴ്സണൽ ഇൻട്രസ്റ്റുകളുള്ള കോൺട്രാക്റ്റുകൾ ആര് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ഡയറക്ടേഴ്സ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീലിങ്സിൽ അവർക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ then they have to disclose that particular കോൺട്രാക്റ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് ജനറൽ ഡ്യൂട്ടീസ് മീൻസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഒരു ഡയറക്ടർക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ഒരു കമ്പനിയിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു ഡയറക്ടർക്ക് അറിയാം. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടു വർക്ക് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഒരു കമ്പനിയുടെ വിശ്വാസം തകർക്കാതെ ആ കമ്പനിയെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ഒരു ട്രസ്റ്റോടു കൂടി നയിച്ചുകൊണ്ട് പോവുക. ഗുഡ് ഫെയ്ത്തിൽ വർക്ക് ചെയ്യുക, വിശ്വാസത്തോടെ വർക്ക് ചെയ്യുക. ആ കമ്പനിയുടെ വിശ്വാസം തകർക്കാത്ത വിധത്തിലായിരിക്കണം ഒരു ഡയറക്ടറുടെ പെരുമാറ്റം. ഷുഡ് പുട്ട് കമ്പനീസ് ഇൻട്രസ്റ്റ് ഫസ്റ്റ്, കമ്പനിയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഷുഡ് നോട്ട് ഡെലിഗേറ്റ് ദെയർ ഡ്യൂട്ടീസ്, ഒരിക്കലും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്, മറ്റൊരാൾക്ക് പാസ് ചെയ്യാനായിട്ട് പാടില്ല, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സെക്ഷൻ 135 അതിനെക്കുറിച്ച് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് പ്രെസീഡിങ് 3 years ഓൺ സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് കഴിഞ്ഞ
3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഒരു 2% നമ്മൾ എവിടോട്ട് മാറ്റി വെച്ചിരിക്കണം? സോഷ്യൽ ആക്ടിവിറ്റീസിന് മാറ്റി വെച്ചിരിക്കണം. സോഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, അതായത് നമ്മൾ എവിടേക്കാണ് അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, സോഷ്യൽ ആക്ടിവിറ്റീസാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടെ ആനുവൽ റിപ്പോർട്ട്സിനകത്ത് കാണിക്കണം. ഓക്കെ, സോ അതിനുള്ള റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്, എത്രയാണ് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻസ് ആരുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഭാഗത്തു നിന്നാണ്. സോ വി നോ, നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ലയബിലിറ്റി ടുവേർഡ്സ് കമ്പനി. വി നോ, കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ പവേഴ്സുമുണ്ട്. അപ്പം ലയബിലിറ്റീസും അതുപോലെ തന്നെ വരാം ഡയറക്ടേഴ്സിന്. ഓക്കെ, ലയബിലിറ്റി ടുവേർഡ്സ് കമ്പനി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ഫോർ ഇൻട്രാ വയർസ് ആക്ട്. കമ്പനിയുടെ ലയബിലിറ്റി ഫോർ ഇൻട്രാ വയർസ് ആക്ട് അല്ല, ലയബിലിറ്റി ഫോർ അൾട്രാ വയർസ് ആക്ട്. ഓക്കെ, അൾട്രാ വയർസ് ആക്ട് മീൻസ് ബിയോണ്ട് കമ്പനിയുടെ മെമ്മറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലും പറയാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ലയബിൾ ആകുന്നത് ഡയറക്ടേഴ്സാണ്. ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് മീൻസ് ഉപേക്ഷ വിചാരിക്കുന്നു ഡയറക്ടേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പനിയുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആനുവൽ അക്കൗണ്ട്സിൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേനും അവിടെ നിന്ന് ഫൈൻ ഉണ്ടാകും. ഓക്കെ, സോ ആ ഫൈൻ എന്ന് പറയുന്നത് ആരുടെ ലയബിലിറ്റി ആകുന്നു? ഡയറക്ടറുടെ ലയബിലിറ്റി ആകും, ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡയറക്ടർ. നെക്സ്റ്റ്, ലയബിലിറ്റി ഫോർ കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. കമ്പനിയുടെ വിശ്വാസം തകർക്കുക. ലയബിലിറ്റി ഫോർ ഫ്രോഡ്. ഫ്രോഡ് മീൻസ് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് കമ്പനി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ അവിടെയും ലയബിൾ ആകുന്നത് ആരാണ്? ദറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ലയബിൾ ആകുന്നത്. ആരാണോ ഫ്രോഡ് കാണിച്ചത്, പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് കമ്പനിയെ ചതിച്ചത് അല്ലെങ്കിൽ കമ്പനി വിശ്വാസം തകർത്തതാരാണോ അവരായിരിക്കും പേഴ്സണലി ലയബിൾ ആകുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ടുവേർഡ് ഔട്ട്സൈഡേഴ്സ്. ലയബിലിറ്റി ഫോർ അൾട്രാ വയർസ് ആക്ട്. കമ്പനിയുടെ MOAയിലോ ആർട്ടിക്കിൾസിലോ പറയാത്ത ഒരു കോൺട്രാക്റ്റ് ഔട്ട്സൈഡറുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലയബിൾ ആകുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഡയറക്ടേഴ്സ് ആയിരിക്കും ലയബിൾ ആകുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ആസ് ഏജൻറ്റ്. കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഡീലിങ്സ് കമ്പനിക്ക് വേണ്ടി ഡീൽ ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സാണ് ഡീൽ ചെയ്യുന്നത്. സോ അവിടെ കമ്പനിയുടെ ബിഹാഫിൽ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം യൂസ് ചെയ്തിട്ടാണ് ഔട്ട്സൈഡേഴ്സുമായിട്ട് ഡയറക്ടേഴ്സ് ഡീൽ ചെയ്യുന്നത്. ആസ് ഏജൻറ്റ് പോലാണ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ കമ്പനിയുടെ ബിഹാഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ വിശ്വാസം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ MOAയിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ പറയാത്ത ഒരു കാര്യമാണ് ഔട്ട്സൈഡറുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ലയബിൾ ആകുന്നത് ആരാണ്? ഡയറക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ്, ലയബിലിറ്റി ഇൻ റിലേഷൻ ടു അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ഫെയർലി അല്ല അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തതെങ്കിൽ then the liability goes to directors. Liability for not getting approval from stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അപ്രൂവൽ വാങ്ങിക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ ഷെയർ പബ്ലിക് ഇഷ്യൂ നടത്തുന്നുവെങ്കിൽ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെൻറ്റ് വിത്തൗട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കമ്പനി അലോട്ട്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ മീൻസ് ഇത്ര ആപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിയിരിക്കണം, എത്ര ആപ്ലിക്കേഷൻ ഫോർ ഒരു 90% നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ അത്രയും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു 50% കിട്ടിയിട്ട് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലയബിൾ ആകുന്നത് ഡയറക്ടേഴ്സായിരിക്കും. അപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. Then criminal liability of directors. Criminal liability includes fine and imprisonment. രണ്ടും കിട്ടുന്ന വകുപ്പാണ്.
മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ മിസ്റ്റേറ്റ്മെൻറ്റ് വരുത്തിയാൽ ഡയറക്ടേഴ്സ്. Misstatement we know untrue, false or not disclosing certain facts about the company in the prospectus. ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക കമ്പനിയെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും അവിടെ ലയബിൾ ആകുന്നത്. ദെൻ കൺസീലിംഗ് മെറ്റീരിയൽ ഫാക്ട്സ്, കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒമിഷൻ ഓഫ് ദ ഫാക്ട്സ്, പ്രോസ്പെക്ടസിൽ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ ലയബിൾ ആകുന്നത് ഡയറക്ടേഴ്സാണ്. ആക്ട്സ് ഓഫ് ഫ്രോഡ് മീൻസ് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് കമ്പനിയെ പറ്റിക്കുന്നുവെങ്കിൽ, കബളിപ്പിക്കുന്നുവെങ്കിൽ ലയബിൾ ആകുന്നത് ഡയറക്ടേഴ്സാണ്. ദാറ്റ് ഈസ് ചീറ്റിംഗ് ദ കമ്പനി ചതിക്കുന്ന കാര്യങ്ങൾ, ചീറ്റ് ചെയ്തുകൊണ്ടാണ് ഡയറക്ടേഴ്സ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അവരുടെ ഗെയിനാണ് അവർ നോക്കുന്നതെങ്കിൽ ദെൻ ലയബിൾ ആകുന്നത് ഡയറക്ടേഴ്സാണ്. ഡിഫോൾട്ടിങ് ഡിസ്ചാർജിങ് ദെയർ ഡ്യൂട്ടീസ്, ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ഡിസ്ചാർജ് ചെയ്യാതിരിക്കുക, properly they are not discharging their duties, then the liability is for the directors. മിസ്ഡീമർ മീൻസ് തെറ്റായ പെരുമാറ്റം, കമ്പനിയിൽ തെറ്റായ രീതിയിലാണ് ഡയറക്ടർ പെരുമാറുന്നതെങ്കിൽ, ദാറ്റ് ഈസ് they are behaving against the rules and regulations of company, then they are liable for that particular act. Thank you.